സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS Rockets 2.0. ഇപ്പോൾ ഇന്ന് രാത്രിത്തേക്കുള്ള വമ്പൻ അടി റെഡിയായി ഇരിപ്പുണ്ട്, പാർസൽ കെട്ടി ഇരിപ്പുണ്ടെന്ന് തന്നെ പറയാം. രാത്രി നമ്മൾ എന്ത് കഴിക്കണമെന്ന് നമ്മൾ വൈകുന്നേരം തീരുമാനിക്കും അല്ലേ? അതുപോലെ തന്നെ ഇന്ന് രാത്രി എന്തടി നടക്കണമെന്ന് രാവിലെ തന്നെ ചെറിയ ചെറിയ സ്പാർക്ക് ഇട്ട് വെക്കുകയാണ് ഈ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ്. ഇപ്പോൾ പ്രധാനമായിട്ട് ചെറിയ നിസാരമായ കൂർക്കം വലി തുടങ്ങുകയാണ് കേട്ടോ. അടുത്തടി അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഷിജോയ്ക്കാണെങ്കിൽ പ്രാണവേന, ഇവിടെയാണെങ്കിൽ വീണവായന. സിമ്പിൾ കാര്യം, ഞാൻ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഗബ്രിയും ജാസ്മിനും ഇന്നലെ രാത്രി യമുനയെ കുറിച്ച് വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ട്. വ്യക്തിഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എനിക്ക് വായിൽ പോലും പറയാൻ പറ്റുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഒരു വ്യക്തിനെ കുറിച്ച് മോശ രീതിയിൽ, അയാളുടെ ക്യാരക്ടറിനെ മോശ രീതിയിൽ പറയുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. ഇന്നലെ പറഞ്ഞത് ഗബ്രിയും ജാസ്മിനും ഇന്നലെ പറഞ്ഞത് എന്തൊരു കൂർക്കം വലിയാണ്, കൂർക്കം വലിച്ച് അത് കൂർക്കം നീണ്ടു പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ യമുനയെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു. അത് മാത്രമല്ല, യമുനയും ശ്രീലേഖയും രണ്ടുപേരും കൂടെ ഇന്നലെ രാത്രി കൂർക്കം വലിക്കുന്നുണ്ടായിരുന്നു. ഇത് ശല്യം കാരണം ഗബ്രിയും ജാസ്മിനും, അല്ലെങ്കിൽ ഗബ്രി പുറത്തിറങ്ങി ഹാളിൽ വന്ന് കിടക്കാൻ പോയപ്പോൾ പുതിയ പവർ ടീമായിട്ടുള്ള ജിൻഡോ പറഞ്ഞു നിങ്ങൾ കിടക്കാൻ സമ്മതിക്കില്ല, നിങ്ങൾ റൂമിൽ തന്നെ പോയി കിടക്കണമെന്ന് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു. പവറാണല്ലോ, പവർ യൂസ് ചെയ്തല്ലേ പറ്റൂ. പാക്കത്താണ് പോരെ കാളിയോട് ആട്ടത്തെ, ഈ പറഞ്ഞ ഡയലോഗും പിന്നെ കിട്ടണ സമയം അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്തോളുക എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് പഞ്ച് ഡയലോഗൊക്കെ ഉണ്ട് കേട്ടോ. ആ ഡയലോഗൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു അവസരമാണ് വീണ് കിട്ടിയേക്കണത്, അങ്ങനെ ഒരു അവസരമാണ് കിട്ടേണ്ടത്. എന്തായിരുന്നു ആദ്യത്തെ 5 പേര് പവർ ടീമിലുണ്ടായിരുന്നപ്പോൾ ഗബ്രിയെ കൊടുക്കത്തെ സീനായിരുന്നില്ലേ, അതൊക്കെ അടച്ച് പൂട്ടി കെട്ടാൻ പാകത്തിനുള്ള ഒരാളാണ് ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത് ജിൻഡോ. ചുമ്മയാണെങ്കിൽ പണിഷ്മെൻ്റൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ ആ പണിഷ്മെൻ്റ് അവർ ചെയ്യാൻ അത്രയ്ക്ക് തയ്യാറാകുന്നില്ല എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ നല്ലൊരു അടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി കിടക്കാൻ നേരം ആകുമ്പോൾ എനിക്ക് ആ റൂമിൽ കിടക്കാൻ പറ്റില്ല, ഹോളിൽ പോയി കിടക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു ബമ്പൻ അടി നടക്കാൻ ഒരുപാട് ചാൻസസ് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു അടി നടക്കാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, പ്രേക്ഷകരേവരും കാത്തിരിക്കുന്നത് പോലെ തന്നെ ഷിജോയ്ക്ക് എന്താ കുഴപ്പം, ഷിജോൻ്റെ കുഴപ്പങ്ങളൊക്കെ ശരിയായെന്ന് അറിയാൻ ഒരുപാട് പേര് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്. അതെന്തായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമുക്കറിയാം. അതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.